വർഗീസേട്ടാ, ഓയ് ഒരു സ്ട്രോങ് ചായ. പുതിയ നോട്ടുകൾക്ക് ക്ഷാമം, ജനം വട്ടം തിരിയുന്നു, ATMകൾ പലതും പ്രവർത്തിക്കുന്നില്ല. ഇങ്ങനെ പോയാൽ ഇനി എന്ത് ചെയ്യും? എന്നാലും ഇത് ഭയങ്കര ചെയ്ത്തായി. പൈസ ഇല്ലാതെ മനുഷ്യന് എന്ത് ചെയ്യാനാ? ആര് പറഞ്ഞു പൈസ ഇല്ലെന്ന്? ഞങ്ങൾ എന്തുകൊണ്ടുണ്ടായിരുന്നു നോട്ടാർ കേൾക്കണേ? ഉവ്വ, ബാങ്കിൽ നിന്ന് കാശെടുക്കാനായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ക്യൂ നിന്ന് 3-3.5 മണിക്കൂറാ. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. 2 ദിവസം കൊണ്ട് എല്ലാം റെഡിയാവും. പ്രധാനമന്ത്രി തീരുമാനം കൊണ്ട് എല്ലാവർക്കും ഗുണം ഉണ്ടാവുള്ളൂ എന്തായാലും. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ കുറച്ചുകൂടിയൊക്കെ കണക്കൂട്ടലുകൾ വേണമായിരുന്നു. എന്ത് ശരി, ഹിറ്റ്ലറിനെയും മുസോളിനെയും പോലെ ഫാസിസത്തിന്റെ പുതിയൊരു അജണ്ടയാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഈ തീരുമാനം അതേ അവജ്ഞതയോടെ ഞങ്ങൾ തള്ളിക്കളയുകയാണ്. ഓ തുടങ്ങി. എന്തെങ്കിലും നല്ലത് എന്ത് എതിർക്കാൻ ഇവിടെ കുറേ ആൾക്കാരുണ്ടാവും. എന്തായാലും ഞങ്ങൾക്ക് യൂത്തന്മാർക്ക് യാതൊരു സീനുമില്ല. ഞങ്ങൾക്ക് 10ന്റെ ഇടപാട് മാത്രമേ ഉള്ളൂ. ഈ 500-ന്റെ 1000-ന്റെ നിർത്തിയിട്ട് 2000 കൊണ്ട് വന്നാൽ ഞങ്ങൾ കച്ചവടക്കാർ എങ്ങനെ ചേഞ്ച് കൊടുക്കാൻ? അതൊന്നും ഒരു പ്രശ്നമല്ല ഏട്ടാ. 100ന്റെ നോട്ട് ഇപ്പോൾ സുലഭമാണ്. 500 നോട്ട് ഞങ്ങൾ അടുത്ത് തന്നെ ഇറക്കും. പിന്നെ 2000 നോട്ട് കൊണ്ട് നിങ്ങൾ കടക്കാർക്കൊരു മെച്ചമുണ്ട്. അതെന്താ? ഉദാഹരണത്തിന് ഒരാൾ 2000 രൂപ കൊണ്ട് കടയിൽ കയറുക, 10,000 സാധനങ്ങൾ മേടിക്കില്ലേ? നിങ്ങൾ കച്ചവടക്കാർക്ക് ഒരു മെച്ചമല്ലേ? കണ്ടറിയാം. നിങ്ങൾ നോക്കിക്കോ, 2017 ഇന്ത്യയിൽ വിപ്ലവകരമായ ഒരു മാറ്റം വരും. വർഗീസേട്ടാ, ഈ പാല് ഇന്നലത്തെയാണോ? ചായക്കൊരു ചുവ. എത്രയാ വർഗീസേട്ടാ ഒരു ചായം പോണ്ടേ? 16. 2000 ചേഞ്ച് ഇല്ലേ? വീട്ടിലിരിക്കുന്നുണ്ട്, എടുക്കാൻ മറന്നു. ഇപ്പൊ വരാം. 2000 രൂപയ്ക്ക് ബാക്കിയില്ലേ? ഇപ്പൊ ശരിയാക്കി തരും. ഇതെന്താ വർഗീസേട്ടാ? 70 ഉള്ളിവട, 50 പരിപ്പ് വട, 60 ഏത്തയ്ക്കാപ്പം, പിന്നെ 56 ചായ. 2000 രൂപയ്ക്ക് തികച്ചുണ്ട്. പാത്രം പിന്നെ കൊണ്ടു തന്നാ മതി. ഓയ്, ചായപാത്രം നാളെ ഇങ്ങ് എത്തിക്കണം. വർഗീസേട്ടോ, ഒരു ലൈറ്റ് ആയ മധുരം കുട്ടി. ചായ ഇല്ല മോനെ. പ്രധാനമന്ത്രി പാവങ്ങളെ സഹായിക്കാൻ തുടങ്ങിയതുകൊണ്ട് ഇന്നത്തെ കച്ചവടം നേരത്തെ തീർന്നു.